ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം പന്നിമുഖി അമ്മയുടെ ഒരു മന്ത്രം. മലബാരത്തിൽ പന്നിമുഖി അമ്മ എന്ന് പറയാം. പന്നിമുഖി അമ്മ എന്നോട് നിന്നോട് ചെറുത്തെന്നൊക്കെ പറഞ്ഞ ഉള്ള മന്ത്രങ്ങൾ അനവധിയുണ്ട്. അതേസമയം താന്ത്രികത്തിൽ വാർത്താളി ആണെന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പോൾ വാർത്താളി പരാശക്തിയുടെ ഭദ്രകാളി അമ്മയുടെ അംഗരക്ഷക കൂടിയാണ്. അപ്പോൾ ആ അമ്മയെ നല്ല രീതിയിൽ ഉപാസിച്ചാൽ നമുക്ക് ഐശ്വര്യ അഭിവൃദ്ധികളൊക്കെ അമ്മ തന്നുകൊണ്ടേയിരിക്കും. ഏതു കർമ്മവും അമ്മ കൈപ്പറ്റും. ഭദ്രകാളി അമ്മയുടെ പോലെ തന്നെയാണ് മധ്യമ പൂജയും സാത്വിക പൂജയും അമ്മ ഒരേ സമയം കൈക്കൊള്ളും. ഏത് കർമ്മമാണ് നമ്മളെ ഗുരു പഠിപ്പിച്ചത്, ആ കർമ്മം നമ്മൾ ഫോളോ ചെയ്യണമെന്ന് മാത്രം. നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കുക, അമ്മയ്ക്ക് അവലും മലരൊക്കെ കൊടുത്താൽ അമ്മ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യില്ല. ഞാൻ തന്നെയാണ് അമ്മ എന്നുള്ള സങ്കല്പത്തിലായിരിക്കണം. സ്ത്രീകളോട് ഒരിക്കലും മോശമായ രീതിയിൽ സംസാരിക്കാനോ പെരുമാറാനോ പാടില്ല. പോത്തും മാംസം ഒരു കാരണവശാലും മധ്യമ പൂജ ഉപാസിക്കുന്നവർ കഴിക്കരുത്. സാക്ഷാൽ പരമേശ്വരൻ്റെ പോലും ഇംഗിതം നമ്മൾക്കുണ്ടാവില്ല. റെഡ് മീറ്റ് കഴിക്കുന്നവർക്കാണ് രോഗങ്ങൾ ഉണ്ടാവാൻ കാരണം. മനുഷ്യൻ ബേസിക്കലി സസ്യബുക്കാണ്. അവൻ്റെ ചെറുകുടലും വൺകുടലൊക്കെ പരിശോധിച്ചാൽ അറിയാം. പുലി, പൂച്ച, സിംഹം അവരുടെയൊക്കെ വൺകുടലും ചെറുകുടലൊക്കെ വളരെ നീളം കുറവായിരിക്കും. അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ തള്ളിപ്പോകാൻ പാടാകും എന്ന് ദൈവത്തിനറിയാം. അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ്റെ ചെറുകുടലൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാം മനുഷ്യൻ ബേസിക്കലി സസ്യബുക്കാണ്. മറ്റൊരു കാരണം പറയുന്നുവെങ്കിൽ സസ്യബുക്കായ ജീവജാലങ്ങൾ കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വീഴുന്നു. മാംസബുക്കുകളായ ജീവജാലങ്ങൾ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വീഴുന്നു. 7 ദിവസം 8 ദിവസമൊക്കെ കഴിഞ്ഞാലാണ് മാംസബുക്കുകൾ കണ്ണു തുറക്കുക. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം മനുഷ്യൻ സസ്യബുക്കാണ്. ഇനിയിപ്പോൾ കാലം മാറി മറിയുന്നതനുസരിച്ച് മാറുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നിരുന്നാലും വലിച്ചുവാരി കഴിക്കാതിരിക്കുക, കുറച്ചൊക്കെ കഴിക്കുക. 3 നേരമൊന്നും ഈ ഭക്ഷണം നമ്മൾ ഉപയോഗിക്കരുത്. ആഴ്ചയിൽ 1 പ്രാവശ്യം എങ്ങനെ ഉപയോഗിക്കുക, അത്രമാത്രം നിർത്തുക. കാരണം ഇന്നൊക്കെ മായങ്ങൾ ചേർന്ന ഭക്ഷണങ്ങളാണ്. അങ്ങനെയും ഒരുപാട് മായങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം റെഡ് മീറ്റ് കഴിച്ചിട്ടും മലബന്ധവും വന്ന് നമ്മൾക്ക് അസുഖങ്ങൾ വരാൻ ഇടയാവും. അപ്പോൾ പറഞ്ഞു വന്നത് പന്നിമുഖി അമ്മ താന്ത്രികത്തിൽ വാർത്താളി എന്നും മലബാരത്തിൽ പന്നിമുഖി അമ്മ എന്നും പറയുന്നു. ഈ പന്നിമുഖി അമ്മയെ ഏത് രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാം. ജപിക്കാൻ വിനിയോഗിക്കാം. ഇഷ്ടസിദ്ധ്യാർത്ഥ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇന്നൊക്കെ ഇവിടെ പല സ്ഥലങ്ങളിൽ വായിക്കാൻ ഇടവന്നു. നമ്മൾക്ക് ഇഷ്ടമുള്ളതിനൊക്കെ ഉപയോഗിക്കാം. ഉച്ചാടനത്തിന് ഉപയോഗിക്കാം, മാരണത്തിന് ഉപയോഗിക്കാം, എന്തിനു വേണ്ടി നമ്മളുടെ ഗുരുപദേശപ്രകാരം ചെയ്യാമെന്നാണ് പറയണം. ഇത് തന്നെ പഞ്ചമി വാരാഹി എന്നൊക്കെ പല സ്ഥലങ്ങളിൽ വായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അല്പം പേര് വ്യത്യാസമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിങ്ങൾ ഏത് രീതിയിൽ കാണുന്നു ആ രീതിയിൽ ഭഗവാൻ നമ്മൾക്ക് ദർശനം തരുന്നു എന്നേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും മലയാള മാന്ത്രികത്തിൽ വളരെ ശക്തിവത്തായ ഭദ്രകാളിക്ക് തുല്യമായിട്ട് നിൽക്കുന്ന ഒരു മൂർത്തി തന്നെയാണ്. നിധി കാക്കുന്ന ദേവിയാണെന്നും നിധി നമ്മൾക്ക് കിട്ടാൻ പ്രാപ്തയാക്കുന്നും പറയുന്നുണ്ട്. ഇതിനെങ്ങനെ ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് അടിവസ്ത്രം നിർബന്ധമായി ധരിച്ചുകൊണ്ട്, അതായത് ശീലാന്തി എന്ന് പറയും. ശീലാന്തി എന്ന് പറഞ്ഞാൽ കോണകം ഉടുക്കണം എന്ന് പറയുന്നത്. 9 ദ്വാരങ്ങളിലെ ആ 3 ദ്വാരങ്ങളും അടച്ചുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന് പറയണം. അങ്ങനെ 41 ദിവസം ജപം ചെയ്യണത്രേ. 28 ദിവസം 30 ദിവസമൊക്കെ ആവുമ്പോഴേക്കും അമ്മയെ കാണാൻ പറ്റും. ആ കണ്ണാടിയിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്ത് അമ്മ ഇരിക്കുന്നതായി കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. പല പല രീതികളുണ്ട് അമ്മേനെ പ്രസാദിപ്പിക്കുന്നത്. അതിലൊരു രീതിയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി ഈ അമ്മയെ നമ്മൾ പ്രസാദിപ്പിക്കാൻ തുനിയാണെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. അമ്മ ഒരു യക്ഷീഗണത്തിൽപ്പെട്ടതാണ്. ഭാര്യാഭർത്തൃ സുഖങ്ങളൊക്കെ അനുഭവിക്കണം എന്നുള്ളവരാണെങ്കിൽ അമ്മയെ സത്യസന്ധമായിട്ട് പരിപാലിച്ചാൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ അമ്മയെ ഉപാസിച്ച് സത്യമില്ലാതെ പരസ്ത്രീ ബന്ധങ്ങളൊക്കെ ഉണ്ടായി നടന്നാൽ അമ്മ അവരെ കുടുംബം തന്നെ നശിപ്പിക്കും. ഒരു സംശയവും അതിലില്ല. അപ്പോൾ അമ്മയെ വളരെ തീക്കനൽ പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. ഇന്നത്തെ ഈ മന്ത്രത്തിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു. മാരണം, ഉച്ചാടന, സമ്പന്നം, വിദ്വേഷം, മുഖമുദ്രണം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഇത് വിനിയോഗിക്കാം എന്നും കൂടി പറയുന്നുണ്ട്. അമ്മയ്ക്ക് മനുഷ്യരൂപമാണ്. മുഖം പന്നിയുടെ മുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പന്നിമുഖി അമ്മ എന്ന് പറയുമ്പോൾ ദേവീദേവന്മാരൊക്കെ ഒന്ന് പേടിക്കും. മനുഷ്യനല്ല, അന്ന് മൃഗമല്ല എന്നുള്ള രൂപ. അതുകൊണ്ട് സാത്വികന്മാർ അവളുമായി യുദ്ധത്തിന് പോവില്ല എന്ന് പറയുന്നു. അതാണ് അമ്മയുടെ മറ്റൊരു പ്രത്യേകത. അമ്മയെ ഉപാസിക്കുക. അമ്മയെ ഉപാസിച്ചാൽ വെറുതെ ഒരു ചരട് ജപിച്ചു കൊടുത്താൽ മതി. ആ എത്ര കൊടികുത്തിയവാദ്യം അവിടെ നിൽക്കും. എൻ്റെ അച്ഛനൊക്കെ വാർത്താളി ഉപാസകനായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് മന്ത്രം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമാറാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ മന്ത്രം പറയാം. മന്ത്രം ചൊല്ലുമ്പോഴും എപ്പോഴും മനസ്സ് ശുദ്ധമായിരിക്കണം. മറ്റുള്ള കടങ്ങളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. നാളെ എന്താ നടക്കാമെന്ന് നമ്മൾ അറിഞ്ഞിട്ടല്ല നമ്മൾ ജീവിക്കണം. അപ്പോൾ ആ രീതിയിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. അമ്മയെ സമർപ്പിക്കുക. എല്ലാം ത്യജിച്ചുകൊണ്ട് ആ അരമണിക്കൂർ അമ്മയ്ക്ക് ത്യജിക്കുക. അപ്പോൾ അമ്മ അതിന് വഴികൾ തീർച്ചയായും തുറന്നത്. കുറേ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ മുറുകി പിടിക്കണം. കത്തിക്കാൻ എണ്ണ ഉണ്ടാവില്ല ചില ദിവസം രോഗങ്ങളെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടിക്കും. ചില ദിവസം കുറേ പൈസ തരും. പൈസ തന്നിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാണ്ട് നടന്നാൽ മതി എന്നൊക്കെ അവർ പരീക്ഷിക്കും. അവർക്ക് എല്ലാം അറിയാം, നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ അവർക്ക് അറിയാം. എന്നിരുന്നാലും മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മനുഷ്യരൂപത്തിൽ അവർ നമ്മളെ പരീക്ഷിക്കും എന്നൊരു ബോധ്യം നമ്മൾക്ക് ഉണ്ടാവണം. ഞാൻ മന്ത്രം പറയാം. ഓം നമോ ഭഗവതി വന്യമുഖിയമ്മേ, എന്നോടും നിന്നോടും ചെറുത്തും മറുത്തും വരുന്ന മാറ്റാനും മറുതലയും അകന്നു പോക. മാറ്റാൻ്റെ നെഞ്ചൂരി പിടിച്ചു കുത്തിയമർച്ച് വെച്ച് നിന്ന് തുപ്പി നിൽക്കുന്ന വന്യമുഖിയമ്മേ, നിന്നെ ഞാൻ സേവിക്കുമ്പോൾ നീ എനിക്ക് വശമായിരിക്കും. 4442 മന്ത്രമൂർത്തികളെ അടക്കി 72 ഭദ്രകാളിമാരെ അടക്കി 12 ഗണ്ടാകരണന്മാരെ അടയ്ക്ക. ഗംഗാക്കും മുലച്ചിയടക്കി പുറം കാക്കും പുറം മുലച്ചിയടക്കി 16 മുയിലടക്കി സർവഭാതയടക്കി ഒഴിച്ചു തരിക പന്നിമുഖിയമ്മേ സ്വാഹ. ഇതാണ് പന്നിമുഖിയുടെ മൂലമന്ത്രം. മലയാള മാന്ത്രികത്തിലെ മന്ത്രം. മന്ത്രങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ മന്ത്രങ്ങളെ കൊണ്ട്
നിങ്ങൾക്ക് ഐശ്വര്യവൃദ്ധി ഉണ്ടാവും. വീണ്ടും ഞാൻ പറയുന്നു, മന്ത്രങ്ങൾ ഗുരുവിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് നമ്മൾക്കൊരു ആപത്ത് വരുന്ന സമയത്ത് ആ ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഒപ്പമുണ്ടാവുള്ളൂ. അപ്പോഴാണ് പൂർണ്ണമായി ഫലം നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.